തുടർച്ചയായ മൂന്നാം വർഷവും ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ പ്ലേ ഓഫിലേക്ക് മുന്നേറിയ കേരള ബ്ലാസ്റ്റേഴ്സ് എലിമിനേറ്റർ മത്സരത്തിനായി ഒരുങ്ങുകയാണ്. ബ്ലാസ്റ്റേഴ്സിന്റെ എതിരാളികൾ 4ാം സ്ഥാനക്കാരായ ഒഡീഷ FC ആണ്. പോയിന്റ് പട്ടികയിൽ ബ്ലാസ്റ്റേഴ്സിനേക്കാൾ മുന്നിലായതിനാൽ ഒഡീഷയുടെ മൈതാനത്താണ് പ്ലേ ഓഫ് നടക്കുക. ഒഡീഷ FCയുടെ മൈതാനത്ത് ഇതുവരെ വിജയിക്കാൻ ബ്ലാസ്റ്റേഴ്സിന് കഴിഞ്ഞിട്ടില്ല എന്നത് ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് ആശങ്കയാണ്. ഇതിനു പുറമെ പരിക്കിന്റെ തിരിച്ചടികളും ടീമിനെ വിടാതെ പിന്തുടരുന്നു. എന്നാൽ തിരിച്ചടികളുടെ ഇടയിലും മത്സരം വിജയിക്കാമെന്നും കൊച്ചിയിലെ കാണികൾക്ക് മുന്നിൽ സെമിഫൈനൽ കളിക്കാൻ കഴിയുമെന്നുമുള്ള പ്രതീക്ഷയിലാണ് ഇവാൻ വുക്കമനോവിച്ച്. ഒഡീഷയെ തോൽപ്പിച്ച് സെമിഫൈനലിലേക്ക് മുന്നേറാനും ആ മത്സരം കൊച്ചിയിലെ ആരാധകർക്ക് മുന്നിൽ കളിക്കാനും കഴിഞ്ഞാൽ അതൊരു ആവേശകരമായ അനുഭവമായിരിക്കും. ഇതൊരു പ്രയാസമേറിയ സീസണായിരുന്നു. പരിക്കും സസ്പെൻഷനും കാരണം നിരവധി താരങ്ങളെ ഞങ്ങൾക്ക് നഷ്ടമായി. മികച്ച കുതിപ്പിനിടയിലാണ് അത് സംഭവിച്ചത്. എങ്കിലും ഞങ്ങൾ ഏറ്റവും മികച്ച പ്രകടനം നടത്താൻ ശ്രമിക്കുമെന്നും വുക്കമനോവിച്ച് പറഞ്ഞു. നിരവധി താരങ്ങളെ സീസണിൻ്റെ പല ഘട്ടങ്ങളിലായി നഷ്ടമായ ബ്ലാസ്റ്റേഴ്സിന് പ്ലേ ഓഫിലും തിരിച്ചടിയുണ്ട്. ടീമിൻ്റെ പ്രധാന സ്ട്രൈക്കറായ ദിമിത്രിയോസ് നിലവിൽ പരിക്കിൻ്റെ പിടിയിലാണെന്നും പ്ലേ ഓഫ് കളിക്കുമെന്ന കാര്യം സംശയമാണെന്നും ഇവാൻ പറഞ്ഞിരുന്നു. താരം പ്ലേ ഓഫ് ആകുമ്പോഴേക്കും ഫിറ്റ്നസ് വീണ്ടെടുക്കാനുള്ള സാധ്യത കുറവാണെന്നാണ് ഇവാൻ പറഞ്ഞത്. മറ്റൊരു തിരിച്ചടി ടീമിൻ്റെ പ്രധാന ലെഫ്റ്റ് ബാക്കായ നവാച്ച സിംഗിന് ലഭിച്ച സസ്പെൻഷനാണ്. കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.